അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏവർക്കും സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അൽ ബത്താനി എന്ന ആളെക്കുറിച്ചാണ്. അൽ ബത്താനിയുടെ ഒരു ഫോട്ടോ ആണ് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അൽ ബത്താനിയെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. Al-Battani is sometimes known by Latin version of his name. അൽ-ബത്താനി ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ലാറ്റിൻ വേർഷനിലും അദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട്. ഒരു 3 നാമമാണ് അദ്ദേഹത്തിൻ്റെ ലാറ്റിൻ വേർഷനിലുള്ളത്. ഒന്നാമത്തേത് അൽ-ബത്തഗ്നീസ്, മറ്റൊന്ന് അൽ-ബത്തഗ്നി, മറ്റൊന്ന് അൽ-ബത്തനീസ്. ഈ 3 നാമത്തിലും ചില സമയത്ത് അദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട്. പിന്നെ അൽ-ബത്താനി വാസ് ആൻ ഇസ്ലാമിക് ആസ്ട്രോണമർ ആൻഡ് മാത്തമാറ്റീഷ്യൻ. അൽ-ബത്താനി എന്ന ആൾ ഒരു ഇസ്ലാമിക് ഗോളശാസ്ത്രജ്ഞനും ഒരു മാത്തമാറ്റീഷ്യനുമായിരുന്നു. ഹി മെയ്ഡ് അക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് ദ സ്റ്റാർസ്, മൂൺസ് ആൻഡ് പ്ലാനറ്റ്സ്. ഗ്രഹങ്ങളുടെയും ചന്ദ്രനുകളുടെയും നക്ഷത്രങ്ങളുടെയും അക്യുറേറ്റുള്ള ഒരു കണക്ക് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹിസ് മെഷർമെൻറ്റ്സ് ആൻഡ് മെത്തേഡ്സ് were used by later astronomers. പണ്ടുള്ള ഗോളശാസ്ത്രജ്ഞന്മാർ ഇദ്ദേഹത്തിൻ്റെ മെഷർമെൻറ്റ്സും മെത്തേഡുമൊക്കെ പിൻപറ്റിയിട്ടുണ്ടായിരുന്നു. Al-Battani is perhaps the greatest and best known astronomer of the Islamic world. ചിലപ്പോൾ അൽ-ബത്താനി മീഡിയവൽ ഇസ്ലാമിക് വേൾഡിലെ ഏറ്റവും വലിയൊരു ആസ്ട്രോണമർ തന്നെ ആയേക്കാം. അദ്ദേഹം ജീവിച്ചത് ഇസ്ലാമിക് ഗോൾഡൻ ഏജിലായിരുന്നു. ഇനി നമുക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ബയോഗ്രഫി പറയാം. ആദ്യമായിട്ട് അദ്ദേഹം ജനിച്ചത് 8058 CE. കോമൺ എറ 858 ഇൻ ഹെറാൻ എന്ന സ്ഥലത്ത് നിയർ ഉർഫയുടെ അടുത്തുള്ള ഹെറാൻ എന്ന സ്ഥലത്താണ് ജനിച്ചത്. നവീൻ തുർക്കി, അത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തുർക്കിയിലാണ്. ഡെഡ് ഇൻ 9029 CE. അദ്ദേഹം മരിച്ചത് കോമൺ എറ 929 ഇൻ കസറൽജിസ് എന്ന സ്ഥലത്ത്, ഇറാഖിലെ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വയസ്സ് ഒരു ഏകദേശം 71 ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് മാത്സിലും ആസ്ട്രോണമിയിലും ആസ്ട്രോളജിയിലും ഗോളശാസ്ത്രത്തിലും മാത്സിലുമൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ ജാബിർ ബിൻ സിനാൻ അൽ റാഖി അൽ ഹറാനി അൽ സാബി അൽ ബത്താനി. അദ്ദേഹത്തിൻ്റെ മുഴുവൻ നെയിമാണ് ഇവിടെ പറയപ്പെട്ടത്. അൽ ബത്താനി വാസ് ഫസ്റ്റ് എഡ്യൂക്കേറ്റഡ് ബൈ ഹിസ് ഫാദർ ജാബിർ ബിൻ സിനാൻ. ചില സ്ഥലങ്ങളിൽ സൻആൻ എന്നുണ്ട് അൽ ബത്താനി. അദ്ദേഹത്തിൻ്റെ ഉപ്പയിൽ നിന്നാണ് ആദ്യമായിട്ടുള്ള ഇൽമ കരസ്ഥമാക്കിയത്. ഹു വാസ് ആൾസോ എ വെൽ നോൺ സയൻറ്റിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഉപ്പയും ഒരു അറിയപ്പെട്ട സയൻറ്റിസ്റ്റായിരുന്നു. കിതാബ് അൽ ജിസ് ഈസ് എ നോട്ടബിൾ വർക്ക് ഓഫ് അൽ ബത്താനി. അൽ ബത്താനിയുടെ ഒരു നോട്ട് ചെയ്യേണ്ട ഒരു വർക്കായിട്ട് നമുക്ക് അൽ കിതാബ് അൽ ജിസിനെ പരിഗണിക്കാം. ട്രിഗ്നോമെട്രിക് റിലേഷൻഷിപ്പ് ഈസ് എ നോട്ടബിൾ ഐഡിയ ഓഫ് അൽ-ബത്താനി. അൽ-ബത്താനിയുടെ നോട്ട് ചെയ്യേണ്ട ഒരു വർക്കായിട്ട് നമുക്ക് ഐഡിയ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ട്രിഗ്നോമെട്രിക് റിലേഷൻഷിപ്പ് അദ്ദേഹം കണ്ടെത്തി. ഇനി പറയുന്നത് കോൺട്രിബ്യൂഷൻസ് ഓഫ് അൽ-ബത്താനി. അൽ-ബത്താനിയുടെ സംഭാവനകൾ, ഒരുപാട് സംഭാവനകളുണ്ട്. ഹി ഇംപ്രൂവ്ഡ് ടോളമീസ് ആസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻസ് ബൈ റീപ്ലേസിംഗ് ജിയോമെട്രിക്കൽ മെത്തേഡ് വിത്ത് ട്രിഗ്നോമെട്രി. അദ്ദേഹം ടോളമിയുടെ ആസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻ ജിയോമെട്രിക്കൽ മെത്തേഡായിരുന്നു, അതിനെ മാറ്റിയിട്ട് ട്രിഗ്നോമെട്രി മെത്തേഡാക്കി. പിന്നെ കിതാബ് അൽ ജിസ് ഈസ് ബുക്ക് ഓഫ് ആസ്ട്രോണമിക്കൽ ടാബ്ലറ്റ്സ്. ഈ ആസ്ട്രോണമിക്കൽ ടാബ്ലറ്റ്സിനെ വിശദീകരിക്കുന്ന ഒരു ബുക്കാണ് കിതാബ് അൽ ജിസ്. ഇത് രചിച്ചത് അൽ-ബത്താനിയാണ്. അൽ-ബത്താനി സോൾവ്ഡ് ഇക്വേഷൻ സിൻ എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് എക്സ്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുകയും അതിനൊരു ഫോർമുല കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോർമുലയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ use other trigonometrical formula
ഓഫ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ 90 ഡിഗ്രിയുള്ള ട്രയാങ്കിൾസിന് ഒരു കറക്റ്റായ ഒരു ട്രിഗ്നോമെട്രിക്കൽ ഫോർമുല അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ഈ കാണിക്കുന്നത്. ഇനി പറയാനുള്ളത്, ഹി ആൾസോ ഡിസ്കവേർഡ് എ റെസിപ്രോക്കൽ ഫംഗ്ഷൻ ഓഫ് സീക്കൻഡ് ആൻഡ് കോസ്കൻഡ്. അദ്ദേഹം സീക്കൻഡിനും കോസ്കൻഡിലും ഒരു റെസിപ്രോക്കൽ ഫംഗ്ഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് പ്രൊഡ്യൂസ്ഡ് ദ ഫസ്റ്റ് ടേബിൾ ഓഫ് കോസ്കൻഡ്. കോസ്കൻഡിൻ്റെ ഫസ്റ്റ് ടേബിളും അദ്ദേഹമാണ് കണ്ടെത്തിയത്. അൽ-ബത്താനി ക്രിയേറ്റഡ് ആൻ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് കിബില. മുസ്ലിങ്ങൾക്ക് ഒരു സഹായകരമായിട്ട് കിബില കണ്ടെത്താനുള്ള ഒരു ഫംഗ്ഷനും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ചില പ്രശ്നങ്ങളാൽ അത് ചില ഭാഗത്ത് കറക്റ്റായിട്ട് വരികയില്ലായിരുന്നു. പിന്നെ ഈ ഇക്വേഷനും മാത്സിലെ എളുപ്പത്തിന് വേണ്ടി അൽ-ബത്താനി കണ്ടെത്തിയതാണ്. ഇനി അൽ-ബത്താനിയുടെ ഫേമസ് കിതാബുകളെ പറ്റി നമുക്ക് പറയാം. ഒന്നാമതായിട്ട് കിതാബ് അൽ ജിസ് അസാബി. ഇത് ആസ്ട്രോണമിയുടെ ടാബ്ലറ്റ്സിനെ പറ്റി പറയുന്നതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു. ഇത് എഴുതിയത് അൽ-ബത്താനിയാണ്. അൽ-ബത്താനിയുടെ 3 കിതാബുകളാണ്. രണ്ടാമത്തേത് അൽ-ബത്താനി സിവ് അൽ-ബത്തനി. ഇത് അൽ-ബത്താനിയുടേതാണ്. മൂന്നാമതായിട്ട് ഒപ്പസ് ആസ്ട്രോണമിക്കം. ഈ 3 കിതാബുകളാണ് അൽ-ബത്താനിയുടെ ഫേമസ് കിതാബുകൾ. ഇനി അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ 2 അച്ചീവ്മെൻറ്റ്സാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് പറയുന്നത്, വൺ ഓഫ് ദ അൽ-ബത്താനീസ് ബെസ്റ്റ് നോൺ അച്ചീവ്മെൻറ്റ് ഈസ് ആസ്ട്രോണമി വാസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ സോളാർ ഇയർ ഹാസ് ബീൻ 355 days, 5 hours, 46 minutes and 24 seconds. ഈ ഒരു വർഷം എന്നുള്ളത് 365 ദിവസവും 5 മണിക്കൂറും 46 മിനിറ്റുമാണെന്ന് 24 സെക്കൻഡുമാണെന്ന് കണ്ടെത്തിയത് അൽ-ബത്താനിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ഇതാണ്. ഇനി മറ്റൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്, ഹി കൺക്ലൂഡ് ഹൗ ആൻ ആനുലാർ എക്ലിപ്സ് ഒക്യൂർസ്. അഥവാ ഒരു വാർഷിക സൂര്യഗ്രഹണം എങ്ങനെ സംഭവിക്കുന്നു എന്നത് നിഗമനം ചെയ്തത് അൽ-ബത്താനിയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു അച്ചീവ്മെൻറ്റ്സ് തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.